ഹായ് ഫ്രണ്ട്സ്, എനിബഡി ക്യാൻഡുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നിന്ന പമ്പ് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ മറയൂർ 24 മണിക്കൂറുള്ള ഒറ്റ പമ്പേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് മൂന്നാർ പോകണം. അത് പക്ഷേ മൂന്നാറായിട്ട് എത്തണം തോന്നുന്നു. ഇവിടുന്ന് 10-30 കിലോമീറ്ററിൻ്റെ അടുത്ത് മൂന്നാറിനുണ്ട് കേട്ടോ, 30 ഇല്ല, അതിൻ്റെ താഴെയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് കാന്തല്ലൂർ സൈഡിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ കാന്തല്ലൂരിലെ വിശേഷങ്ങളാണ്. നമ്മൾ ചന്ദനക്കാടിൻ്റെയൊക്കെ അടുത്താണ്. ആൻസിക്ക് അത് കണ്ടപ്പോൾ തൊട്ട് ആൻസിക്ക് ചെറിയൊരു മോഹം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒന്ന് ചെറുതായിട്ട് കാണിച്ചെങ്കിലും ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ നിന്ന് പമ്പിൻ്റെ ബേക്കിലേക്കുള്ളൊരു വ്യൂ എങ്ങനെയുണ്ട്. ഈ സൈഡിലൊക്കെ കാണുന്ന ചന്ദനക്കാടാട്ടോ. ഈ സൈഡിലൊക്കെ ആ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടില്ലേ. ഈ താഴെ കാണുന്ന ഫുള്ള് കരിമ്പാണ്. ഇന്നലെ എൻ്റെ പൊന്നെ തണുത്തിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. വണ്ടിക്കകത്ത് കിടന്നിട്ട് പോലും തണുത്ത് വിറയ്ക്കുമായിരുന്നു. അമ്മാതിരി തണുപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പമ്പാണ്. പിന്നെ നമുക്ക് മെല്ലെ ഇവിടുന്ന് പോവാം കാന്തല്ലൂർ. ഈ പട്ടി രാവിലെ തൊട്ട് നമ്മുടെ പുറകെ ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിലൊന്നുമില്ല. പോവാം. ഇല്ലടി, ഒന്നുമില്ല കഴിക്കാൻ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങൾ തന്നെ രാവിലെ പട്ടിണിയാ. അയ്യോ, ഇത് കണ്ടോ, ഇത് ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് പോയിട്ട് നമുക്ക് പോക്ക് നടക്കുള്ളൂ അല്ലേ. AC ഇട്ടാലോ, ഹീറ്റർ ഇട്ടാലോ അങ്ങോട്ട്. ആണോ? അങ്ങനെ ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഇന്നലെ ഉറങ്ങിയോ? ഉറങ്ങി, പക്ഷെ തണുപ്പ് എൻ്റെ അമ്മോ. വണ്ടിക്കകത്ത് കിടന്നിട്ട് വരെ തണുപ്പായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വിടാം. ഇവിടുന്ന് ജസ്റ്റ് 10-14 കിലോമീറ്റർ അല്ലേ ഉള്ളൂ കാന്തല്ലൂരിന് അല്ലേ. ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഞങ്ങളൊരു കടയിൽ ചായ കുടിക്കാൻ കയറി കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇവിടുത്തെ പൊറോട്ട നല്ല സൂപ്പർ പൊറോട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, കല്ലിലേക്ക് ചേട്ടൻ എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. നീ പൊറോട്ട ഉണ്ടാക്കാൻ സഹായിക്കുവാണോ? അല്ലേ? ചേട്ടൻ പൊറോട്ട ഉണ്ടാക്കി തരാം കേട്ടോ. ചൂട് പൊറോട്ട. നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയാണേ പറഞ്ഞേ. നീ ചായ ഒന്നും കുടിച്ചോ? ചൂടുണ്ട്, കുടിച്ചോടി. വേണ്ട. ഈ ഹോട്ടലിലെ മുതലാളിപ്പയ്യനാട്ടോ മീനുമായിട്ട് വരുന്നുണ്ടോ. ഞാനുണ്ടല്ലോ ആൻസി, അത് എന്തോ മീൻ കറി വെക്കാനുള്ള മീനാണ്, അത്ര എനിക്കറിയാം. ആൻസി, ഞാനുണ്ടല്ലോ, ഞാൻ എപ്പോഴും വിചാരിക്കും പൊറോട്ട കഴിക്കരുത്. പക്ഷേ അത് ആ ചൂട് കല്ലിലേക്ക് ഇടുന്ന കാണുമ്പോണ്ടല്ലോ നമ്മൾ തന്നെ കഴിച്ചു പോകും. നമ്മുടെ പൊറോട്ടയും മുട്ടക്കറി പോലെ തന്നെ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വന്നിട്ടോ. നല്ല ചൂട് പൊറോട്ട. പക്ഷെ ഒരു പ്രശ്നം എന്താ അറിയോ, ആദ്യത്തെ പൊറോട്ട കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത്തെ തണുത്തു പോയി. തണുപ്പുള്ള സ്ഥലമല്ലേ, തണുപ്പ് നല്ല തണുപ്പാട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. പണ്ട് ഇവിടെ എവിടെയോ ഞങ്ങൾ വന്ന് റൂം എടുത്ത് നിന്നിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറച്ചായി. ഇവിടെ എവിടെയോ അല്ലേ, എവിടെയോ ഇവിടെ എവിടെയോ ആള് എവിടെയാണെന്നറിയില്ല. അങ്ങനെ നമ്മൾ മറയൂര് എത്തിട്ടോ. അവിടുന്ന് ഇനി മുനിയറ എന്ന് പറഞ്ഞ ഒരു സംഭവം കാണാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇവിടുന്ന് ഇനി വണ്ടി കയറ്റേണ്ടി വരുമോ എന്താ ഒന്നും അറിയില്ല, പോയി നോക്കാം നമുക്ക്. അന്ന് ഞങ്ങൾ എന്തല്ലോ വന്നിട്ടുണ്ട് അവിടെ. പിന്നെ ആണോ? ഞാനൊരു പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നിട്ട് അന്ന് ജീപ്പിന് വന്നപ്പോ എങ്ങനെയാന്ന് വെച്ചാ, ജീപ്പിനാണോ പോയെ? അന്ന് ജീപ്പിനായിരുന്നു. അപ്പൊ ജീപ്പ് നമ്മളെ കയറ്റി, ജീപ്പ് പാറയ്ക്ക് മേളിലേക്ക് കയറ്റി. അങ്ങനെയായിരുന്നു. നമ്മള് നടക്കേണ്ടി വരുമായിരിക്കും. സാരല്ല, നടക്കാം. ഇതുണ്ടോ, തനി നാടൻ പ്രദേശം. ഇവിടുത്തെ തനിതായ നാടൻ പ്രദേശത്ത് കൂടെ ആട്ടോ. അതൊരു കുഞ്ഞു വഴി കൂടെ. ഞാൻ വിചാരിച്ച ചേട്ടയോട് ചോദിക്കുന്നത്, ചേട്ടി ഇതന്നെയാണോ ഏട്ടേ വഴി, ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിക്കുവായിരുന്നേ. അതെ, അത് വേറെ കാര്യം. നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇങ്ങനെ എവിടെ വരെ എത്തും നോക്കാം. പിന്നെ കോലമൊക്കെ വരച്ചിട്ടുള്ള വീടുകളൊക്കെ ടെസ്റ്റ്. പക്ഷെ കൊറേ വീടുകളൊന്നും ഇല്ല ഏട്ടേ, കുറച്ച് വീടുകളും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ കൊറേ വീടുണ്ടെന്ന് മുറ്റത്ത് കോലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കുറച്ച് മുറ്റത്ത് ഉണ്ട്. നമ്മള് മറ്റേ വഴി തെറ്റിയതുകൊണ്ട് വഴി തെറ്റിയായിരുന്നോ? ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? കണ്ടോ, വഴിന്ന് പറയുന്നത് ഇത്രയും വലിയൊരു വഴിയിലെത്തി. അല്ല, നാനോക്കുട്ടനായതുകൊണ്ടേ നമുക്ക് ഏത് കുഞ്ഞു പോവാ. അപ്പൊ നമുക്ക് അങ്ങനെ ഗ്രാമം കാണാൻ പറ്റില്ല.
നമുക്ക് അങ്ങനെ പോയി നോക്കാം അല്ലേ? അതെ, ഇവിടെ വരെ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ. അങ്ങനെ നമ്മള് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ അങ്ങോട്ട് എത്തി. വെള്ളം ദേ, അത്യാവശ്യം വെള്ളമുണ്ടല്ലേ? ആ നല്ലൊരു പുഴ. ഇത് പുഴയല്ലേ? പുഴയോ തോടൊക്കെ കാണാം. എവിടെന്നെങ്കിലും ഇതേപോലെ വെള്ളച്ചാട്ടമായിട്ട് കയറി വരുന്നതായിരിക്കും. ഗ്രീൻ കാന്തല്ലൂർ. ഓ, ഇവിടെയാണ് ചേട്ടി നിന്നത് പറഞ്ഞേ. ആ, ഇവിടെ എവിടെയോ ആണ്. ഞാൻ മറയൂരല്ലായിരുന്നു നിന്നെ, ഓക്കെ, കാന്തല്ലൂരായിരുന്നു. മാറിപ്പോയതാ. നമുക്ക് അങ്ങനെ അന്ന് രാത്രിയായിരുന്നു ഞങ്ങൾ വന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ് ഈ വരുന്നത്. ഓ, ഐഡിയ. ഇവിടെയുള്ള വണ്ടിക്കാരൊക്കെ ഭയങ്കര സ്പീഡാണ്. സ്പീഡല്ല, ഭയങ്കര തിരക്കാ. തിരക്കാർക്ക്. കാരണം ഓട്ടോക്കാരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് ജീവിക്കുന്ന ഇത് കൊണ്ടാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഒരാളെ വിട്ടിട്ട് വേണം അടുത്ത ഓട്ടത്തിന് പോകാൻ. അതിന് വേണ്ടിയിട്ടുള്ള സ്പീഡാണ് കേട്ടോ. ഇതാണ് അടിപൊളിയായിട്ടുള്ളല്ലോ. അത് നമ്മുടെ പെർക്കുറിയ എന്ന് പറയുന്ന ഒരു ചെടി ഉണ്ടല്ലോ, അതിന്റെ കാട്ട് വെറൈറ്റിയാ. ആണോ? കാട്ടല്ല, അതും തോന്നുന്നു. ആണോ? ഒരു ഭംഗിയുണ്ട് കാണാൻ. മുറ്റത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കാൻ. പക്ഷെ വഴി ഇച്ചിരി ഒരു 2 വണ്ടിക്ക് പോവാൻ കറക്റ്റാ. പക്ഷെ വേറെ പ്രത്യേകത, ഇവിടെ നമുക്ക് AC-ന്റെ ആവശ്യമില്ല. ഇത് വമ്പനൊരു ചുരമാണല്ലോ. ചെറുത് കൊള്ളാല്ലേ? കാരണം കാന്തല്ലൂരല്ലേ, കാന്തല്ലൂർ നല്ല സൂപ്പർ സ്ഥലമാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലമല്ല. നല്ല പച്ചപ്പാണ്. ഈ മൂന്നാറിൽ നമ്മൾ എവിടെ നോക്കിയാലും പച്ചപ്പാണ്. നമ്മുടെ നാട്ടില് നമ്മുടെ വയനാടും ഇതേപോലെ തന്നെയാണല്ലോ അല്ലേ? പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കേ വയനാട്ടിലില്ല. ഇതിന്റെ പകുതി തണുപ്പില്ല. രാത്രി എന്തായാലും തണുപ്പ്. ഇന്നിപ്പോ വല്ല ജാക്കറ്റ് മേടിക്കേണ്ടി വരുമെന്ന് എന്റെ സംശയം. ഇതുണ്ടോ അങ്ങ് അറ്റത്തൊക്കെ ഫുള്ള് മലകൾ. അതും എന്നെ ഭംഗിയാണെന്നറിയോ, അതിന്റെ തൊട്ട് താഴെ വരെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഉണ്ടോ? ഇത് പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇത്രയൊക്കെ ഉണ്ടോ? എന്തായാലും സംഭവം പൊളിച്ചിട്ടോ പാവങ്ങള്. അത്ര അങ്ങനത്തെ വലിയങ്ങാട്ടനൊരു കയറ്റമാണ്. അവരത് കേറി വലിഞ്ഞ് മെല്ലെ പോകുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ബേക്കിൽ വണ്ടിക്കാർ വരും, അതാണ് സീന്. ഇത് ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി നിർത്തിയേ. പക്ഷെ നോക്കട്ടെ, കള്ളിമുള്ളി ചെടി സംഭവം കൊള്ളാട്ടോ. ഇതിൽ കായുണ്ടായി പഴുത്താണോ ഇത്? ആ, പൂവാൻ തോന്നുന്നു. യെസ് പൂവന്നെ. ആ, ഇതൊക്കെ കള്ളിമുള്ളി ചെടീന്റെ പൂവാണ് കേട്ടോ. ഇത് കായായിട്ട് ഇനി പഴുക്കുമായിരിക്കും അല്ലേ? പഴുത്ത് കഴിയുമ്പോ ഇത് കഴിക്കുന്ന ആ സംഭവമാണോ അത്? എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. അവിടെ പോയി നോക്കാം. എവിടെയാ? മുനിയറേന്റെ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്താ. ആനക്കോട്ടപ്പാറ മുനിയറയാണിത്. പോയി നോക്കാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് എത്തിയിട്ടേ ടിക്കറ്റ് എടുത്തിട്ട് കാണാം കേട്ടോ. അത് കുഴപ്പമില്ല, അതറിയില്ല. അപ്പൊ ഇതാണ് സ്ഥലം. സംഭവം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ആ, ഈ മലകളൊക്കെ പടുത്ത് കാണാം. ഞങ്ങൾ അന്ന് ഇവിടുന്ന് ജീപ്പിനാ കയറുന്നത്. അതാ എനിക്ക് പെട്ടെന്ന് സ്ഥലം ഒരു ഐഡിയ കിട്ടാണ്ട് വന്നത്. കാരണം അന്ന് ആ ചേട്ടൻ അങ്ങ് വന്നിട്ട് ഓഫ് റോഡ് പോലെ കയറ്റി കാണും. അവർക്കത്തൊരു ആവേശമാണല്ലോ. ഇതിപ്പോ എങ്ങോട്ട് പോണം? ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ചേച്ചിമാരെ കാണുമ്പോ പ്രത്യേകിച്ച് ഒരു ഡയലോഗ് കൂടുതലാണ്. ആർക്കോ ഒരാൾക്ക്. ചെറിയ കൊച്ചടി അപവാദം പറഞ്ഞുണ്ടാക്കല്ലേ. അതിനെപ്പറ്റി എന്തൊക്കെയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെ ഡൗട്ട് വന്ന് ചോദിക്കണം. ശരി, നല്ല പാറ, നല്ല രസമുണ്ട് കാണാനല്ലേ? പാറ നല്ല രസം. അങ്ങനെയല്ല, ഇങ്ങനെ നോക്ക്. ഈ ആള് ഭയങ്കരയാണല്ലോ. ഇങ്ങനെ വെട്ടി വെച്ചേക്കണ വഴി. അതൊന്നും അറിയില്ല. അങ്ങനെ പോവന്നെ, എവിടെയെങ്കിലൊക്കെ എത്തുമല്ലോ. നല്ല തണുപ്പിട്ടോ. നീ അവിടെ ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എനിക്കൊരു കാര്യം ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് നടക്കാൻ ഒരു സംഭവം അറിയാൻ പറ്റും. എന്താ അറിയാം, ആപ്പിൾ ഫാം ഉണ്ട്. പക്ഷെ ആപ്പിൾ ഫാമിൽ പോയി ഇപ്പൊ ആപ്പിൾ ഇല്ല. മരം മാത്രമേ സീസണല്ല. ജൂലൈ സമയത്ത് തന്നെ. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ കാണാം. പക്ഷെ ഞാൻ വേറെ പ്രത്യേകത പറയട്ടെ. ഈ നിൽക്കുന്നൊക്കെ എന്താ സാധനം എന്നറിയോ? ഇത് മറ്റേ ടീമാണ് കേട്ടോ. അമ്മേ, ഇതൊന്നും അതല്ലല്ലോ. ഇതൊക്കെ ഇത് ഇതിനകത്തുള്ള ഈ പൂവെന്താ? ഇതോ? ഓ, ഇത് ഓക്കെ.
ഇതല്ലെന്ന് തോന്നുന്നു. പിന്നെ വലിയ ഡയലോഗൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ അറിയാന്നിട്ട് പറയാം. അപ്പുറ സൈഡിലൊന്ന് പോയിട്ട് വന്നാണ്. എവിടെ? ആദ്യം മുനീറ കണ്ടിട്ട് വരാം. മുനീറ കാണാൻ പോവാം. എന്നാ ചേട്ടൻ ഞങ്ങൾ ഈ മുനീറ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് കാണിച്ചോണ്ട് പറ, എങ്കിലും മുനിമാരെ അടക്കിയിരുന്ന ഒരു സ്ഥലമാണ്, അതിൻ്റെ അകത്താണ് അടക്കിക്കൊണ്ടിരുന്നത്. അതിനാണ് ഈ മുനീറ എന്ന് പറയണേ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ. അവിടെ പോവാം. ഈ കാണുന്ന ഒരു മുനിയറയാ. ഓക്കെ, ഈ സംഭവം ഉണ്ടോ? ഇതെല്ലാം കുറേ എണ്ണം തകർന്നു പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മുനിയറകളാണേ. നല്ല പഴക്കമുണ്ട്. 1500 വർഷം പഴക്കമുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഇതാണ് കേട്ടോ സംഭവം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ വലിയ പാറകൾ സ്ലാവ് പോലെ ആക്കിയിട്ടുള്ളതല്ല, 4 സൈഡും വെച്ച് വലിയൊരു സ്ലാവ് മേളിലും വെച്ചിട്ടാണ് ഇത് അടച്ചിരുന്നത് കേട്ടോ. സംഭവം കൊള്ളാല്ലേ. അവിടെ കണ്ടോ ഒരു വെള്ളച്ചാട്ടം. ഇത് ചെറിയ മുനിയായിരുന്നു തോന്നുന്നു. ഏതോ ചെറിയ മുനിയായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ ടിക്കറ്റ് കൗണ്ടർ വെക്കുമ്പോൾ അല്ല, അത് വേറെ സൂക്ഷിക്കണ്ടേ. ഇനി ഇതിങ്ങനെ ഇരിക്കും. കാരണം ഇത് ടിക്കറ്റ് കൗണ്ടർ വന്നിട്ട് 9 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ 9 വർഷം മുമ്പാണ് ഞാൻ വന്നത്. അല്ല 9 വർഷമൊന്നും ആയിട്ടില്ല. നമുക്ക് ഈ യൂട്യൂബ് ചാനൽ ഉള്ള സമയത്ത് തന്നെ ഞാൻ വന്നത്. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം ആയിട്ടില്ലല്ലോ. തള്ളുകയാണ് ചേച്ചി അങ്ങോട്ട്. അറിയില്ലായിരിക്കും, പിന്നെ എന്തെങ്കിലും പറയണ്ടേന്ന് വിചാരിച്ചാൽ അങ്ങോട്ട്. അന്ന് വന്നിട്ട് ഈ കുരിശും കാര്യങ്ങളും ആ കുരിശിൻ്റെ അടുത്തൊക്കെ പോയതാണ്. അന്ന് ഇങ്ങനെ അടക്കണം എന്നൊക്കെ അറിയുന്നവർ എന്തായിരിക്കും അല്ലേ? പക്ഷെ അല്ല, ഇങ്ങനെയൊക്കെ അടക്കണം കെട്ടിട്ട് ഇത് അതും ഇതിന്റെ ഉള്ള് ഈ ഓരോ കുഞ്ഞ് ഗ്യാപ്പ് വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതുപോലത്തെ കുഞ്ഞ് കല്ലുകൾ വെച്ച് അവര് ഫില്ല് ചെയ്യുമായിരുന്നു. ചെറുതായി ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നതായിരിക്കും. പുഴയോ? ഇവിടെ ഒരു കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തുനിന്ന് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. ഇങ്ങോട്ടും മുനിയറയിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിക്കുള്ള മുനിയറ കാണാമായിരിക്കും അല്ലേ? എന്നാലും പോയി നോക്കാം. ഇപ്പം നമ്മൾ അപ്പുറത്ത് കണ്ട മുനിയറ എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നശിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുനിയറയാണ്. ഇത് കണ്ടോ, ഇതാണ് ശരിക്കുള്ള മുനിയറ. പക്ഷെ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല വൃത്തിയാടി. ഫ്ലാഷ് ഒന്ന് ഇട്ടോ ട്ടെ കാണുമോന്ന്. ഇത് കൊള്ളാട്ടോ, കറക്റ്റ് റൂം അല്ലേ? അത് ഗ്യാപ്പ്, അവിടെ ഒരു ലേശം ഗ്യാപ്പ് ഉണ്ടെന്ന്, ബാക്കി ഒന്നും ഒരു ഗ്യാപ്പും ഇല്ല കേട്ടോ. ഇത് ഈ സംഭവം എന്താണെന്നറിയാം? ഇത് ഞാനിപ്പോൾ അവിടെ ബോർഡിൽ വായിച്ച് വെച്ച് പറയുകയാണ്. ഇത് കിളിവാതിൽ പോലൊരു സംഭവം പണിതെന്നാണ്. ഞാനിതൊന്ന് വായിച്ചു തരാം. ഇതാണ് സംഭവം. ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ല, ഇത് മൊത്തം ഞാൻ വായിക്കാൻ നിന്നാൽ നിങ്ങൾ എന്നെ തെറി പറയും. അതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഒറിജിനൽ മുനിയറ അല്ലേ? നമ്മുടെ അപ്പുറത്ത് കണ്ടതിനേക്കാളും സൂപ്പർ ഇത് തന്നെ കേട്ടോ. ഈ മുനിയറയെ പറ്റിയിട്ടേ കുറേ ഐതിഹ്യങ്ങളുണ്ട്, അഭിപ്രായങ്ങളും ഉണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതാണെന്നും, അതായത് ഇവിടുത്തെ ആദിവാസി ഗോത്രങ്ങളിൽ പെടുന്നവർ വിശ്വസിക്കുന്നത് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും കാറ്റ് മഴ അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അന്ന് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും, അങ്ങനെയാണ് കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നത്. പക്ഷേ അടക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ എഴുതി തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ കാണാം, മുനിയറകളിൽ സമീപ ഭാഗങ്ങളിൽ നിന്ന് ഭൂമിക്കടിയിൽ നിന്നും ചുവന്ന കറുത്ത നിറങ്ങളിലുള്ള വലിയ മൺകുടങ്ങളിൽ ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വലിയ മൺകുടങ്ങൾ ആ കാലത്ത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്നവയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരി തന്നെ, എല്ലാ രീതിയിലും പറയപ്പെടുന്നുണ്ട്. 2-3 അഭിപ്രായങ്ങൾ ഇതിൽ തന്നെ എഴുതി. പിന്നെ പറയുന്നത് മുനിമാര് തപസ് ചെയ്യാൻ വേണ്ടി, അതായത് കാറ്റും വെയിലൊന്നും കൊള്ളാണ്ട് ഇതിൻ്റെ ഉള്ളിൽ തപസ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും പറയുന്നു. നമുക്ക് സത്യാവസ്ഥ നമുക്ക് ആർക്കും അറിയത്തില്ല, കാരണം പണ്ടുള്ളവർക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പോവാ. ഇതല്ലേ? പക്ഷേ ഇത് കണ്ടോ,
സംഗതി എന്തായാലും ഇത് പൊളി സാധനം കേട്ടോ അല്ലേ ആൻസി? പണ്ടത്തെയൊക്കെ ഞാൻ നശിക്കാണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു അത്ഭുതം. അത്ഭുതമാണ്. അതെ ആൻസി, ഇത് നോക്ക്, ഇത് കണ്ട ഈ നിലത്തെന്താ ഇങ്ങനെ പാട് കാണുന്നതെന്ന്? പന്നി കുത്തിയതാ. ഇതായിരിക്കും, ഇത് പഴയൊരു മുനിയറേൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. ഇതേ ഒരു കല്ല്, ഇതേ കല്ല് ഇങ്ങനെ കുഴിഞ്ഞ് കിടപ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ മിക്കവാറും പന്നിക്കൂടാന്ന് തോന്നുന്നു. ഓടണ്ട, പന്നി വന്നാൽ ഓടരുത്. ഓടിയാലും ഓടിയില്ലേലും കുത്തും. അപ്പോൾ പിന്നെ കിതക്കാണ്ട് ചാവുന്നല്ലേ നല്ലത്. ആൻസി, ഈ പൂ എങ്ങനെയുണ്ട്? പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അല്ലേ? ഏത് ആണോ? വാടി, വല്ലതും പിടിച്ച് നിന്നെ വാ. ഇത് കണ്ടോ ഒരു മരത്തിൻ്റെ കോലം നോക്കിയേ, കൊള്ളാം അല്ലേ? എന്തായാലും ഇനി നമുക്ക് ഇതിലെ നേരെ ടിക്കറ്റ് എടുത്തടത്തേക്ക് തന്നെ പോയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ. ഇപ്പോൾ ആൻസി നിൽക്കുന്നതിന് ചുറ്റും ഉണ്ടല്ലോ ചന്ദനമാണ്. ഈ മരം കണ്ടോ, ഈ വലിയ മരം കണ്ടോ? ഇതൊരു ചന്ദനമരമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. കാരണം ഇത് കണ്ടോ, മരത്തേലൊക്കെ നമ്പർ ഇട്ട് വെച്ചേക്കുന്നുണ്ടോ, KSR 1 എല്ലാ മരത്തിലും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രത്യേകത എന്താ അറിയാം? ഇത് ഇവിടെയൊക്കെ പന്നി കുത്തുന്ന സ്ഥലമാണ്. ദൈവമേ, ഇതിൽ വേറെ പ്രത്യേകത നമ്മുടെ വീടിരിക്കുന്ന ആ ഒരു ഏരിയയിൽ, വീടിരിക്കുന്ന അടിവാരം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഇതേപോലെ പാറയുണ്ടല്ലോ, പാറേൻ്റെ ഒക്കെ അവിടെ ഇഷ്ടംപോലെ ആ ചീങ്കേരി മലേൻ്റെ ഒക്കെ ഭാഗത്തായിട്ട് ചീങ്കേരി മലേൻ്റെ ഒക്കെ ഭാഗത്തായിട്ട് ഇഷ്ടംപോലെ ചന്ദനമരങ്ങൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു വണ്ണമായി കഴിയുമ്പോഴേ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആ ചന്ദനം നിൽക്കുന്നതിൻ്റെ അടുത്തുള്ള നാട്ടുകാർ പോലും അറിയേല. അന്നേരത്തേക്ക് സംഗതി മുറിച്ച് ആമ്പിള്ളേർ കൊണ്ടുപോകും. അന്വേഷിക്കുന്നു. പിന്നെ ആരെയും കിട്ടൂല. അത്രയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ഇതേപോലെ ഓരോ മരങ്ങൾ അവിടെ ആവുന്ന ആൾക്കാർ നോക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരല്ല കേട്ടോ, പുറത്തുനിന്ന് വന്ന് വെട്ടി കൊണ്ടുപോകും. അവർക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അറിയുന്നില്ല. ചെറിയ മരല്ലേ, ഇതിന് മാത്രം സൗണ്ട് ഒന്നും വേണ്ടല്ലോ. അങ്ങനെ ഞങ്ങള് വണ്ടിയിലേക്ക് എത്തിട്ടോ. മുനിയറയെല്ലാം കണ്ടു. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ? എറച്ചിപ്പാറ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് നല്ലൊരു സംഭവം, ഞാൻ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് വന്നപ്പോ ഈ മുനിയറ കണ്ടിട്ടില്ല കേട്ടോ. വലിയ മുനിയറ കണ്ടിട്ടില്ല, കുഞ്ഞുങ്ങളെ കണ്ടുപോയത്. നമുക്ക് പോവാം. ഇവിടുത്തെ ജീപ്പുകാരുടെ പോക്കാണ് കേട്ടോ ഇത്. ഇവരിപ്പോ ഫുള്ള് സഞ്ചാരികളെയും കയറ്റിക്കൊണ്ടുള്ള വേഗതയിലാണ്. ഇത് ഒരു ബസ്സിൽ വല്ലതും വന്ന ആൾക്കാരായിരിക്കും. ഇവർക്ക് ശീലമായി. പക്ഷെ ഈ വണ്ടിയിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊരു തോട്ടം. പയറല്ല, ബീൻസ് പയറല്ല. നമ്മുടെ വണ്ടി ചെറുതായിട്ട് ഇവര് പോകുമ്പോ ഒന്ന് കുലുങ്ങുന്നുണ്ടെന്ന് തോന്നൂലേ? ഒരു വണ്ടിയിലെങ്ങോണ്ട് വന്ന ആൾക്കാരാണ് അത്രയും. ഞങ്ങള് കാന്തല്ലൂര് പോകുന്നില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കാന്തല്ലൂരുള്ള ആപ്പിൾ തോട്ടമായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പൊ ഞങ്ങളോട് 2-3 പേര് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു തന്നത് അതില്ല, ഇപ്പൊ സീസൺ അല്ല. മരമുണ്ട്, സീസൺ അല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോകണില്ല കേട്ടോ. പിന്നെ അവിടെ ആകെ കാണാനുള്ളത് ക്യാരറ്റ് തോട്ടം, പിന്നെ നമ്മുടെ സ്ട്രോബെറി തോട്ടം, മറയൂർ ശർക്കര, അതൊക്കെയാണ്. അപ്പൊ അതിനുവേണ്ടി മാത്രമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ നമ്മള് ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എറച്ചിപ്പാറ വാട്ടർഫോൾസിലേക്ക് തന്നെ പോവാട്ടോ. അങ്ങനെ നമ്മള് കോവിൽക്കടവ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗൺ അല്ലേ, ഒരു കുഞ്ഞൊരു ടൗൺ, അത്യാവശ്യം തിരക്കൊക്കെയുള്ള ഒരു കുഞ്ഞു ടൗണിലേക്ക് എത്തിയിട്ടോ. നമ്മുടെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ടൗൺ. അപ്പൊ ഇവിടുന്ന് വേണം നമ്മള് ഈ എറച്ചിപ്പാറയ്ക്ക് തിരിയാനായിട്ട് കേട്ടോ. അതെ, അടുത്ത റൈറ്റ് നമ്മൾ തിരിയണം. ഇതുണ്ടോ, ചെറിയൊരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും പുഴയായിരിക്കും അല്ലേ? പിന്നെ കാണുന്നത്, ഇവിടുന്ന് കാണുന്നില്ല, ചെറുതായിട്ട് കാണാം. അത് നമ്മുടെ എറച്ചിപ്പാറ വാട്ടർഫോൾസ് ആണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ക്ലീൻ ആയിട്ട് കാണാം കേട്ടോ. ഇതുണ്ടോ, ആ തോട് ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ വലിയൊരു ഫാഷൻ ഇങ്ങനെ കാണാം കേട്ടോ. തുണിയൊക്കെ അലക്കുന്നുണ്ട് കേട്ടോ അവരോടെ. അതൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ ഫുള്ള് ചിലപ്പോൾ കവിഞ്ഞൊഴുകുമായിരിക്കും. ഇപ്പൊ തന്നെ ഇത്രയും വെള്ളമുണ്ട്. നമ്മുടെ വഴി എന്ന് പറയുന്നത് ഒരു 1.5 വഴിയാണ് പറയാ. കുത്തനെയാണ് കിടക്കണ വഴി. അമ്മേ, ഇതൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പോ കേറണല്ലേ, അങ്ങോട്ട് പോവാം. ഞങ്ങളത് ഇവിടെ വണ്ടി നിർത്തിട്ടോ. ഇവിടുന്ന് സൗണ്ട് എന്ന് പറഞ്ഞാൽ അപാര ശബ്ദം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ശബ്ദാണേ.
വമ്പൻ. ആ, അത്യാവശ്യത്തിന് വലിയ ഒഴുക്കുണ്ട്, വെറുതെ ശബ്ദം കേൾക്കുന്നത്. ഒരു എന്താ പറയാ, അടിപൊളി ഒരു കാഴ്ച കേട്ടോ. എന്നാ പിടിച്ചോളൂ, ക്യാമറ പിടിച്ചോളൂ. ഏതോ വണ്ടി വരുന്നു. പോലീസുകാരാ ചേട്ടനെ പിടിച്ചാ. അപ്പോൾ നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇറച്ചിപ്പാറ വാട്ടർഫാൾസ് കേട്ടോ. ഇത് നോക്കിയേ, ഇതെങ്ങനെയുണ്ട് സംഭവം? ഇത് പൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. വെള്ളം പക്ഷേ നൈസ്, അവിടെ പോയി കുളിക്കാം. ആഹാ, ഇത് റീൽസുകാരാണല്ലേ, ഏതോ റീൽസ് ചേട്ടന്മാരും ചേച്ചിമാരുമാണ്. അങ്ങോട്ട് പോവാം, അപ്പുറത്ത് പോവാം. ആൻസി, ആൻസിക്ക് കുളിക്കാൻ തോന്നുന്നുണ്ടോ? ആ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാ ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ വീഴുന്ന പോലെ ഇരിക്കും. ഇതെന്താ പോലീസുകാരനെ എല്ലാവരും ഓടിക്കുവാണോ? ഇവിടെ വരാൻ പാടില്ല. ആൻസി കുളിക്കണോ? അങ്ങോട്ട് ഇറങ്ങി നിന്ന് കുളിക്കാം. അങ്ങോട്ടേ വാ, അങ്ങോട്ട് ഇറങ്ങി നിന്ന് കുളിക്കാം. ശരിക്കും നമ്മളൊരു മഴയത്ത് കൂടി നടക്കുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലേ? ഇത് പൊളി. പോലീസ് സ്റ്റേഷൻ എന്താണ് ഇങ്ങനെ കളിക്കണേ? ഇതിലെ പോയാൽ പോലീസുകാരൻ്റെ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ അങ്ങോട്ട്? പോലീസ് മാമൻ അങ്ങോട്ട് ഓടിക്കുന്നില്ലേ, അങ്ങോട്ട് വിടുന്നില്ലേ? ഇത് കണ്ടോ, ഈ ഒഴുകുന്ന വെള്ളത്തിന്റെ ഒരു ലേശം ഇതിലെങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം പറ്റ കുറവാണ്, അതിലേക്ക് തന്നെ പോയി ചേരുന്നത്. ഈ താഴേക്ക് പോയി ചേരും, എന്നിട്ട് വലിയ ഏതോ വെള്ളച്ചാട്ടമായിട്ട് താഴേക്ക് പോകും അല്ലേ? അങ്ങനെയാവാൻ അതിൻ്റെ ചാൻസ്. ഇതെങ്ങനെയുണ്ട് ആൻസി? ഇതെങ്ങനെയുണ്ട്? ആ, കൊണ്ടാ മതി. ഇതൊരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. ഇത് ഈ കാറ്റിൻ്റെ എന്തുവാണ്, ഇതിവിടെ ഇങ്ങനെ പൊന്തുന്നുണ്ടോ? ഇതിങ്ങനെ വീണിട്ട് ഇങ്ങനെ ഷവർ പോലെ വെള്ളം വരുന്നുണ്ട്. ഈ കാറ്റിൻ്റെ ഈ ഹൈറ്റിൽ നിന്ന് വീഴുന്നതിൻ്റെ അങ്ങനെ എന്തൊക്കെ സംഭവമാണിത് അല്ലേ? അപ്പോൾ ആൻസി ഇറങ്ങുന്നില്ല. ആൻസി ഇപ്പോഴേ തണുത്ത്, ആൻസിക്ക് തണുപ്പ് കാരണം ഞങ്ങൾ ഇറങ്ങുന്നില്ല കേട്ടോ. ആ പോലീസുകാരൻ പിന്നെ വരുന്നു. ആ, ഈ സൈഡിൽ കൂടി നടന്നു. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പം ഈ ചേട്ടൻ കണ്ടോ, നമ്മുടെ പുറകെ വരുന്ന ചേട്ടൻ കണ്ടോ ബൈക്കിൽ? ആ ചേട്ടൻ എപ്പോഴും ഉണ്ട് ഇവിടെ, പോലീസുകാരൻ. നീ വരുന്നില്ലേ? അടുത്ത വണ്ടിയേ എടീ, അടുത്ത വണ്ടി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കയറണം, അല്ലെങ്കിൽ എന്താ അറിയോ, ഒരു ലോഡ് വരുന്നുണ്ടല്ലേ. ഇതാട്ടോ ആ വെള്ളം ഒഴുകുന്നേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വല്ല പോകാമല്ലേടി? ഇനി ഇവിടുന്ന് ഒന്ന് തിരിച്ചെടുക്കാന്ന് പറയുന്നത് വൻ ടാസ്ക് ആട്ടോ. അവിടെ ഒരു പോട്ടെ അല്ലേ? ഇതാണ് കേട്ടോ നമ്മൾ വണ്ടി തിരിക്കുന്ന സ്ഥലം. അവിടെ ഒരു ഇച്ചിരി അവിടെ നടന്നാൽ മതി, അവിടെയാണ് വാട്ടർഫോൾസ് വരുന്നത് കേട്ടോ. പക്ഷെ ഇവിടുന്ന് വണ്ടി തിരിക്കുക എന്നുള്ളത് നല്ല ഒരു ടാസ്ക്കാണ്. എങ്ങനെ തിരിക്കും നമുക്ക് നോക്കാം. തിരിക്കുന്നത് മാത്രമല്ല കേട്ടോ, ഈ വഴി മുഴുവൻ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അങ്ങോട്ട് ഫുള്ള് കയറ്റാം, വമ്പം കയറ്റാം. നമുക്കേ കുറച്ച് മുന്നേ പോവാം. ജീപ്പുകാർ പുറകെ വരുമ്പോൾ വലിച്ചു കയറ്റാൻ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. വമ്പം കട്ടിങ് കേട്ടോ. ഇല്ല നീ കട്ടിങ്ങിലേക്ക് ചാടിക്കണ്ട. അമ്പാ ഭാര്യയാണെന്ന് ഓർക്കണേ, വൈരാഗ്യം മുഴുവൻ തീർക്കരുത്. കേറാലേ? ഇനി അടുത്തത് ഒരു വൻ ടാസ്ക് ആണ് കേട്ടോ. വമ്പം കയറ്റെന്ന് പറഞ്ഞാൽ വമ്പം കയറ്റാണ് ഇത്. മേള് വരെ കാണാം. കേറാണ് മേള് വരെ കയറിയാ മതി. ശരി, ചേട്ടന്മാരൊക്കെ നമ്മൾ ലൈറ്റ് ഇട്ടുന്ന കാണിച്ചുകൊണ്ട് നിന്നെ അങ്ങോട്ടാ കയറി വരുന്നത് അല്ലേ? ആണ് അവരുടെ ഒരു ഇത്. ഇവിടെ സൈഡാക്കും, കൂടുതൽ സൈഡാക്കൽ നടക്കില്ല. അവരെന്നാലും ഇറങ്ങി വരും. അല്ല, ഞാനത് സൈഡാക്കി കൊടുത്താ കയറിക്കോളെ, ഇല്ലെങ്കിൽ അത് കയറൂല്ലേ. ഇനി
നമുക്കിനി ഓടിക്കയറാനുള്ള സ്ഥലം വേണം. നമ്മള് ബേക്ക് പോണോ? എന്താ അറിയോ, ഫ്രണ്ടിലേക്ക് എടുത്താൽ ഭയങ്കര കട്ടിങ്ങാ. ഓ ഒരു ഹോൺ അടിച്ചോട്ടോ. അല്ല കേറിക്കോളും. കാരണം എന്താ അറിയോ, കട്ടിങ് പോലെയാണ്. അവിടുന്ന് നല്ല മൂപ്പിച്ച് എടുക്കാൻ പറ്റി. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഒരു ശർക്കര ഫാക്ടറി, മറയൂര് ഏറ്റവും ഫേമസ് ശർക്കര ഫാക്ടറിയാണ്. അത് കാണാൻ വേണ്ടി പോവാം. ശർക്കര മിഠായി ഒക്കെ ഉണ്ട് കേട്ടോ. ആണോ? പോയി നോക്കാം. അപ്പൊ നമ്മുടെ വണ്ടി തന്നെ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട് ഈ തെങ്ങയിൽ തേങ്ങ ഉണ്ടായി കിടക്കണമല്ലോ. ചെറിയൊരു ഫാക്ടറിയാ. എന്താ നല്ല ശർക്കരേൻ്റെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും മറയൂരൊക്കെ വന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ഇച്ചിരി ശർക്കര മേടിക്കണം. അതുമല്ല ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാമല്ലോ, നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവമാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ചെറിയൊരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ. എത്ര രൂപ? ഒരാൾക്ക് 50 രൂപ. ഒരാൾക്ക് 50 രൂപ. 100 രൂപ അല്ലേ? ഇത് ഓപ്പൺ ചെയ്ത് കയറിയാ മതിയോ? അപ്പുറത്തോട്ടാ? ഓക്കെ. ഇവിടെ നിന്നാണ് ഈ മണം ഫുള്ള് വരുന്നത്. ഇങ്ങോട്ടാ? ആദ്യം ഇങ്ങോട്ടാ? ഈ വഴിയാ? ഓക്കെ. ഇതാണ് നമ്മുടെ ഇതുണ്ടോ, നമ്മുടെ കരിമ്പ് കിടക്കണുണ്ടോ? എന്തുമാത്രം കരിമ്പാന്നുണ്ടോ? ഇതൊക്കെ മൂന്നാറിലെ കരിമ്പ് തന്നെയാ ഇവിടത്തെ അല്ലേ? ആ, ഇതൊക്കെ ഇത് ഫുള്ള് മൂന്നാറിലെ കരിമ്പ് തന്നെയാണ് കേട്ടോ. നാടൻ കരിമ്പാണ് ഇവിടുത്തെ. ആ, നമുക്കിതായാലും ചേച്ചി ഉണ്ടാവും കേട്ടോ കൂടെ. ചേച്ചീൻ്റെ കൂടെ പോയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചേച്ചി പറഞ്ഞും തരും. അങ്ങനെയാണ് ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ മെഷീൻ കൊള്ളാമല്ലോ അല്ലേ? ഇതതിൻ്റെ ചണ്ടി കേട്ടോ, ലാസ്റ്റ് വരുന്ന ചണ്ടി. ആ, ഈ ജ്യൂസ് പൈപ്പ് വഴി അങ്ങോട്ട് പോകും അല്ലേ? ആ ആ, ജ്യൂസ് മാത്രം അപ്പുറത്ത് പോകും അല്ലേ? ആ, തീ കത്തിക്കാൻ. ഇത് വേറെ ഒന്നിനും പറ്റൂലല്ലോ, ഇത് തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേട്ടോ. ചണ്ടി ഇവിടെയും വരും മേളിലേക്ക്, ഇതിലെ അങ്ങനെ കയറിപ്പോവും. ആ, ഇത് അതിൻ്റെ ജ്യൂസാട്ടോ. ആ, ഇനി അപ്പുറത്തേക്ക് പോണേ. ഇത് ശരിക്കും നമ്മൾ കാണുമ്പോൾ ചെറിയൊരു കരിമ്പ് പോലെ അല്ലേ? ഇത് ഓ, ആദ്യം ഈ മെഷീനിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ആ ആ, ആദ്യം ഈ മെഷീനിലാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ, നമ്മുടെ കരിമ്പിൻ ജ്യൂസ് ആക്കുന്ന പോലെ. ഇപ്പോൾ ഫുള്ള് ഓട്ടോമാറ്റിക് ആട്ടോ, ജനറേറ്ററാണേ. വേസ്റ്റ് അതിലേ വീഴും അല്ലേ? തീ കത്തിക്കാൻ. ഇതെന്താ ഈ കറങ്ങുന്നേ? ഉണക്കുന്നതാ? ആ, ഈ ചണ്ടി ഉണക്കുന്ന അല്ലേ? ആ, ഇത് ഈ ചണ്ടി ഉണക്കിയിട്ട് ഇത് തീ കത്തിക്കാൻ വേണ്ടി മാറ്റും കേട്ടോ. അങ്ങനെയാണ് പണ്ടത്തെ സെറ്റപ്പ് അല്ലേ? അതിൽ ജ്യൂസ് വരും, എന്നിട്ട് അതിലാണ് ഉണക്കിക്കൊണ്ടിരുന്നത്. ഇതിലേക്ക് നമ്മൾ മാറ്റൂ അല്ലേ, കട്ടിയായത്. ആ, ഇതെന്താ സാധനം? ഇത് അടുപ്പ് അല്ലേ? ആ, ഇതിൻ്റെ മേളിൽ വെച്ചാണ് മറ്റേ വലിയ പാത്രം വെച്ച് 1000 ലിറ്ററിന് 40 കിലോ ശർക്കര കിട്ടുള്ളൂ അല്ലേ? ആ, ആദ്യത്തെ സെറ്റപ്പ്. ആ ആ, ഇത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീ കത്തിക്കാനുള്ള ഇവിടെ വരും. അത് വേസ്റ്റ് കളയാനുള്ള അല്ലേ? ജ്യൂസ് അടിക്കാനുള്ള. ഇത് ശർക്കര പിടിക്കാം. ആ, ഉണ്ട ഉരുട്ടുവോ ഷേപ്പ്, നമ്മുടെ ഷേപ്പ്. ആ, അതീ പോകുന്നതിൻ്റെ അല്ലേ? ആ, ഓക്കെ. ഇത് കണ്ട ആ ഉണങ്ങിയതാട്ടോ ഈ വീണ് പോണേ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വീണിട്ട് ഇതിലെ അങ്ങനെ പോവാണ്. വിറക് പോലെ ആയിട്ടുണ്ടാവും അല്ലേ? തനി വിറക്. ഇത് കണ്ടോ, വിറക് പോലെ ആയിട്ടുണ്ട്. ആ, ചൂടും ഉണ്ട് കേട്ടോ. ഇനി അത് പോയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴുക. ആ ജ്യൂസ് ഇതിലേക്ക് വരും. ആ ജ്യൂസാട്ടോ ഇതിൽ വന്നേക്കുന്നത്. ആ, ഈ മേളിൽ കാണുന്ന വേസ്റ്റാ? ആ ആ, ഈ വേസ്റ്റ് ഇവിടുന്ന് അപ്പുറത്തേക്ക് കളയും അല്ലേ? ആ, അതിലേക്ക് ഇടും വേസ്റ്റ്. ഈ വേസ്റ്റ് എല്ലാം എടുത്ത് അപ്പുറത്തേക്ക് ഇടും. ആ
അത് നമ്മൾ കളയണം. അരിപ്പയുണ്ട്. ആ ആ ആ 2.5 മണിക്കൂർ. ആ ആ ഇത് കണ്ടോ, ഇത് ഇത്രയും തിളയ്ക്കുന്ന ജ്യൂസ് തിളച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ടോ, ഇതിൽ പിടിച്ച ഒരു ചൂടും ഇല്ല. ഇതിൽ വൈകുന്നേരം വരെ തിളയ്ക്കും, പക്ഷെ ചൂടില്ല. അതെന്താണ് സംഭവം? ആ ഇത് ഉണക്കുന്നിടത്തേക്ക് അതിൻ്റെ ചൂടല്ല ഇതിലേക്കാട്ടോ പോണേ. ഇത് കണ്ടോ, വലിയ ചെങ്ങലയും മോട്ടറും വെച്ചാൽ കറങ്ങണേ. വാ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം അല്ലേ? ജ്യൂസ് കുടിച്ചു നോക്കാൻ കിട്ടുമോ? ഇനി നമ്മൾ ഇപ്പുറത്തെ സെക്ഷനിലേക്കാണ് പോണേ. ഇതിലെ വാന. ആ അടിയിൽ കണ്ടോ തീ കത്തുന്നത്? അതിൻ്റെ ഉള്ളിൽ തീ കത്തുന്നത് കണ്ടോ? തീ കത്തുന്നത്. ആ അതിൻ്റെ ചൂട്. അതപ്പോൾ എങ്ങനെയാ അത് അങ്ങോട്ട് പോകുന്നത്? ഇരുമ്പ് പൈപ്പുണ്ടോ? ആ ആ അത് അതിലേക്ക് തന്നെ കയറും. അപ്പോൾ ഈ ചൂട് എങ്ങനെയാ അപ്പുറത്തേക്ക് പോകുന്നത്? ആ അത് അടിയിൽ കൂടി അങ്ങ് വലിക്കൂലേ? ആ ഫാൻ വെച്ചിട്ടുണ്ട് അല്ലേ? ആ അങ്ങനെ അങ്ങോട്ട് വലിച്ച് കയറ്റി വിടും കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്, ഇത് ഉണക്കാൻ വേണ്ടി. ആ ഇനി നമുക്ക് ഇപ്പുറത്തേക്കൊന്ന് പോകാം കേട്ടോ. ശർക്കര മൊത്തം ഇവിടെയാണ് കാണിക്കുന്നത്. ആ ആയിരിക്കുന്നതൊക്കെ ഉരുട്ടിയേക്കുന്ന കേട്ടോ. ആ ഇങ്ങനെ ആവൂല്ലേ? വെള്ളം തൊട്ട് ഉരുട്ടണം. ആ നമ്മൾ അവലോസുണ്ട ഉരുട്ടുന്ന പോലെ. ആ പൊടിയായി പോവും. ആ ആ ആ ചാക്കിലിരിക്കുന്നതൊക്കെ ശർക്കര അല്ലേ? ആ ചാക്കിലിരിക്കുന്നതൊക്കെ ഫുള്ള് ശർക്കര കേട്ടോ. ഇതിനി എങ്ങോട്ടാ കയറിപ്പോയി ശർക്കരയൊക്കെ? കേരളത്തിലേക്ക് തന്നെ അല്ലേ മൊത്തം അങ്ങോട്ട്? ആ മറയൂർ ശർക്കര ഫിൽട്ടർ. ആ ആ നല്ല. ആ ആ ആ ആ ഇതൊന്നുമില്ല, ആ ജ്യൂസ് മാത്രം അല്ലേ? ജ്യൂസ് മാത്രം ഡ്രൈ ആക്കിയിട്ട് ആക്കിയേക്കുന്ന കേട്ടോ. ഇത് ഈ ഫാക്ടറിക്കാരുടെ തന്നെ തോട്ടം കേട്ടോ. ഏതാണ്ട് ഒരു 10-20 12 മാസം അല്ലേ? 12 മാസം, ഒരു വർഷം 12 മാസമാവും. ആ ഇതേതാണ്ട് ഒരു 10-20 ഏക്കർ ഉണ്ട് കേട്ടോ ഇവരുടെ തന്നെ. ഇതുകൊണ്ട് വെള്ളം ഒഴുകുന്നുണ്ട്, രസമുണ്ടല്ലേ? ആ ആ ഇങ്ങോട്ടൊക്കെ ഫുള്ള് ആ ചണ്ടീൻ്റെ വേസ്റ്റ് വരുന്ന ചണ്ടീൻ അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആട്ടോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ആ ഇല പോലത്തെ ഇലയൊക്കെ ഇതുണ്ടല്ലേ, അതൊക്കെ ആട്ടോ ഇങ്ങോട്ട് വരുന്നത്. കണ്ടോ ഇവിടുന്ന് ഇതൊക്കെ ആയതാന്ന് തോന്നുന്നേ. ആവാനായതല്ല, ആയതാ. ഒരു 2 കരിമ്പ് കിട്ടി കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് വെച്ച് കൊണ്ടുവരുന്നല്ലോ. ഇതുണ്ടോ, ഇത് ഏതോ തോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത് പൊളിച്ച് സ്വന്തം തോട്ടം സ്വന്തം ഫാക്ടറി. പുറത്തുനിന്ന് കുറച്ചെടുക്കുമായിരിക്കും അല്ലേ? അതെ. പോവാം. ഇതൊരു ചന്ദനമരം കേട്ടോ. ഇത് വെട്ടി നിർത്തിയേക്കുന്ന. ഇത് സാധാ ചന്ദനം, വെട്ടാൻ പാടില്ല. അതെ അതെ, മുകളിലേക്ക് പോവില്ല. അപ്പോൾ ആ ഒരു ഹൈറ്റ് വരെ ഉള്ളൂ. ആ ആ ഇവിടെ ചന്ദനത്തിൻ്റെ ഫാക്ടറി ഉണ്ടോ? ഇവിടെ ഏതാണ്ട് ഒരു 10-40 പണിക്കാരുണ്ട് കേട്ടോ. ആ 40 പണിക്കാർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ആ ഇവിടെയൊക്കെ എൻ്റെ ഈ ബേക്കിൽ കാണുന്നുണ്ടോ, ഇതൊക്കെ ചന്ദനമരം കേട്ടോ. ഞാനങ്ങ് പൈസക്കാരനെ, കോടീശ്വരനായി. ഒക്കെ ചന്ദനം. ആ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിച്ചാൽ മതി കേട്ടോ. ഇത് ഫിൽറ്റർ. അതാ പറഞ്ഞ, അത് വേറെ എന്തൊക്കെ ചേർക്കുന്ന ചുക്ക് ഏലക്ക ജീരകം. ചുക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്. മുട്ടായിപ്പൊടി. ആ ഇത് മുട്ടായി കേട്ടോ. കുറച്ചും കൂടി എടുത്തോ, ഞാൻ ഒറ്റയിടലിടും അതിലേക്ക്.
അങ്ങനെ ശർക്കര ഫാക്ടറി എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സാമ്പിൾ സൗജന്യമാണ് അല്ലേ. അപ്പോൾ സാമ്പിൾ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ആ ഫിൽറ്ററിൻ്റെ വരുന്ന നമ്മുടെ നാട്ടിൽ വരുന്ന ആ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റ്, നല്ല ഇങ്ങനെ വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന സൈസ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോകാൻ ചെയ്യും, ഇനി നമുക്ക് നേരെ മൂന്നാർ പിടിക്കാം കേട്ടോ. സംഗതി വേറൊരു കാര്യം കേട്ടോ, നമ്മളിങ്ങനെ ആ കൊതുക് ചത്ത് കിടക്കുന്നത് ചൂടത്ത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഫാക്ടറി കണ്ടിട്ടുണ്ട് മറയൂർ ശർക്കരേൻ്റെ കാന്തല്ലൂർ പോണ റൂട്ടിൽ. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുത്, ചുമ്മാ ജസ്റ്റ് ഇത്രയും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ ജ്യൂസാക്കിയിട്ട് അത് തിളപ്പിച്ച് ഇതാക്കുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വരും വീഡിയോസിൽ മൂന്നാറിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോടും വരെ ബൈ.